നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോംപ്ലിക്കേഷൻ ഓഫ് ലിവർ സിറോസിസ്. ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻ ഓഫ് ലിവർ സിറോസിസ് ഈസ് ഹൈപ്പർ ടെൻഷൻ. അതായത് പോർട്ടൽ വെയിൻസിലുള്ള പ്രഷർ ഇൻക്രീസിനെയാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. പോർട്ടൽ വെയിൻസിലുള്ള ഫോമിലുള്ള ഒബ്സ്ട്രക്ഷൻ മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻ ഈസ് അസൈറ്റിസ്, ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഇൻ ദ പെരിറ്റോണിയൽ ക്യാവിറ്റി. അതായത് അസൈറ്റിസിന്റെ പാത്തോ ഫിസിയോളജി നോക്കുകയാണ് എങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദി കൺജക്ഷൻ, വീനസ് കൺജക്ഷൻസ് ഇൻ ദ ഹെപ്പാറ്റിക് കാപ്പിലറീസ്. അതായത് കാപ്പിലറീസിൽ ഉണ്ടാകുന്ന കൺജക്ഷൻ കാരണം ദർ ഈസ് ദ ലീക്കേജ് ഓഫ് പ്ലാസ്മ ഇൻ ലിവർ സർഫസസ് ആൻഡ് ഓൾസോ ഇൻ വെയിൻസ്. Another important complication is bleeding in esophageal varicose. അതായത് ഈസോഫാഗൽ വേരിക്കസിൻ്റെ വോള് എന്ന് പറയുന്നത് തിന്നാണ്, അപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളും ഏറെയാണ്. ചെറിയൊരു സ്ട്രെസ് ഫാക്ടർ മതി റപ്ചർ ആകാൻ. അനദർ കോംപ്ലിക്കേഷൻ ഈസ് കൊയാഗുലേഷൻ ഡിഫക്റ്റ്. പോർട്ടൽ സിസ്റ്റമിക് സെൻഫൽപ്പതി, അതായത് എൻഡ് സ്റ്റേജ് ഓഫ് ഹെപ്പാറ്റിക് ഫെയിലിയർ ആകുമ്പോൾ നമ്മുടെ ലിവർ ഡിറ്റോക്സിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടമാകുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ന്യൂറോളജിക് സിംറ്റംസ്, ന്യൂറോ മസ്കുലർ ഡിസ്ഫങ്ഷന് ഇതൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹെപ്പറ്റോറീനൽ സിൻഡ്രോം ഹെപ്പറ്റിക് ഫെയിലിയർ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രോഗ്രസീവ് ആയിട്ടുള്ള റേനൽ ഫെയിലിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെപ്പറ്റോറേനൽ സിൻഡ്രോം. അതിൻ്റെ സിംറ്റംസ് ഡിക്രീസ് ദി എമൗണ്ട് ഓഫ് യൂറിനറി ഔട്ട്പുട്ട്, അതുപോലെ യൂറിൻ ക്രിയാറ്റിനിൻ, എലിവേറ്റഡ് ബ്ലഡ് ഇൻ യൂറിയ ഒക്കെ കൂടുതലായിരിക്കും. സോഡിയം എക്സ്ക്രീഷൻ ഇൻ യൂറിയ വിൽ ബി ഡിക്രീസ്ഡ്. ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.